ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. മിണ്ടാതിരുന്നോ? വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിക്കോ. തെരുവിലിറങ്ങേണ്ട, പ്രതിഷേധിക്കേണ്ട. ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളല്ലേ? അവർ അനുഭവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ചിലരോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. അവർ തൊട്ട് കളിച്ച് ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും തൊട്ട് കളിക്കാൻ വന്നിരിക്കുന്നു. മഹാത്മാഗാന്ധിജിയെ പരസ്യമായി നിന്ദിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യ സമരം വെറും നാടകമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു. ബംഗളൂരുവിലാണ് ഞെട്ടിപ്പിക്കുന്ന രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ ചിന്തിക്കേണ്ട ഒരു വലിയ സംഭവം നടന്നിരിക്കുന്നത്. അതെ, ഉത്തര കന്നഡ MP ആയ അനന്തകുമാർ ഹെഗ്ഡെ, മുൻ കേന്ദ്രമന്ത്രി, നിലവിൽ BJP-യുടെ MP, അദ്ദേഹം ബംഗളൂരുവിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞെട്ടിപ്പിക്കുന്നുള്ളത്. രാജ്യത്തെ സ്വാതന്ത്ര്യ സമരം വെറും നാടകമായിരുന്നു. ബ്രിട്ടീഷുകാരോട് കൈകോർത്തുകൊണ്ടാണ് മഹാത്മാഗാന്ധിജിയും കൂട്ടരും രാജ്യത്തെ സ്വാതന്ത്ര്യ സമരങ്ങൾ നടത്തിയിട്ടുള്ളത്. അല്ലാതെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരോടുള്ള ഒരു നേരിട്ടുള്ള യുദ്ധമല്ല ഇതെന്നാണ് അനന്തകുമാർ ഹെഗ്ഡെ എന്ന BJP-യുടെ MP വിശേഷിപ്പിക്കുന്നുള്ളത്. മഹാത്മാഗാന്ധിജിയെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഈ നാടകത്തിലെ നായകൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുള്ളത്. നോക്കൂ സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ ഇത്രത്തോളം പരസ്യമായി അപമാനിക്കുന്നു. സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് വെറും നാടകമാണെന്ന് പറയുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ നൽകിയവരെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടവരെ, ബ്രിട്ടീഷുകാരുടെ ആട്ടുതൊപ്പും സഹിച്ച് ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയവരെ പരസ്യമായി നിന്ദിക്കുന്ന BJP-യുടെ ഈ നടപടി, പണ്ടവർ ഇത് രഹസ്യമായാണ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ പരസ്യമായി ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പുതിയ തലമുറ ഇത് കേട്ട് കഴിഞ്ഞാൽ അവർ എന്ത് ചിന്തിക്കും? പ്രിയമുള്ളവരെ, തെരുവിലിറങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് നേരെ മാത്രമല്ല, ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നേരെയുള്ള ഒരു യുദ്ധമാണ് അവരിൽ നിന്നും നമുക്കിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. തെരുവിലിറങ്ങിയില്ലെങ്കിൽ അപകടമാണ്. അവർ പുതിയ ചരിത്രം രചിക്കും. കാരണം അവർക്കാർക്കും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ തെളിവുകൾ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒരു നാടകമായി ചിത്രീകരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. പക്ഷേ നമ്മൾ അതിന് നിന്നുകൊടുക്കരുത്. അനന്തകുമാർ ഹെഗ്ഡെ പോലെയുള്ള ആളുകൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ ഈ രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ തയ്യാറാവണം. തെരുവിലിറങ്ങി കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ തയ്യാറാകണം. കാരണം കളിച്ച് അവർ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെയും മഹാത്മാഗാന്ധിയെയും വേട്ടയാടിക്കഴിഞ്ഞു. ഇനിയും ആരും ഉറക്കം നടിക്കരുത്. തെരുവിലിറങ്ങൂ, പ്രതിഷേധിക്കൂ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.